എല്ലാ സജ്ജനങ്ങൾക്കും പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നും പറയാറുള്ളത് പോലെ ഇന്ന് നമ്മൾ പറയുന്നത് ദന്തപാല. ഇതാണ് ദന്തപാല എന്ന് പറയുന്ന വൃക്ഷം. അപ്പം ഈ ദന്തപാല എന്ന വൃക്ഷത്തിന് നല്ല രീതിയിൽ ത്വക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗത്തെയും ഇതിൻ്റെ ലേപനം കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പുരട്ടൽ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം അതിനു വേണ്ടി നിങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചികിത്സാ മെത്തേഡാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതിൻ്റെ ഓരോ ഇലകളും, അതായത് 1 കിലോ നല്ലപോലെ ശുദ്ധിയായിട്ട് ആട്ടിയെടുത്ത വെളിച്ചെണ്ണ, അതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള, അതായത് ഇതിന് 50 തൊട്ട് 100 ഇല വരെ ഈ 1 കിലോ വെളിച്ചെണ്ണയിൽ ചേർക്കാം. അത് ഇരുമ്പ് പാത്രത്തിലാവരുത്. എല്ലാം നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ലപോലെ വെളിച്ചെണ്ണ റെഡിയാക്കിയത് നമ്മൾ തന്നെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഉരുക്ക് വെളിച്ചെണ്ണ നമ്മളെ കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 1 കിലോയോ 1/2 കിലോയോ ഒക്കെ ഉണ്ടാക്കുന്ന വലിയ പ്രയത്നം ഉള്ളത് കൊണ്ട് ഉരുക്ക് വെളിച്ചെണ്ണ വേണ്ട. ആട്ടിയ വെളിച്ചെണ്ണ എടുത്തിട്ട് അത് ഇത് കണക്ക് ഇരുമ്പ് പാത്രം ഒഴിച്ചിട്ടും പ്ലാസ്റ്റിക് ഒഴിച്ച്, ഒന്നില്ല സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ കുപ്പിപ്പാത്രങ്ങളിലാക്കി നമ്മൾ വെയിലത്ത് 3 ദിവസം വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിന് ഒരു കളർ വ്യത്യാസം വരും. ഒരു വയലറ്റ് കളർ വരും. അതായത് ഒരു നമ്മുടെ പഴുത്ത ഇലയുടെ ആ കളറിൽ വരും. ആ കണക്കിന് വരുമ്പോൾ അതിനെ എടുത്ത് 3 ദിവസം കഴിഞ്ഞ് ഈ ഇല ഞെക്കിക്കളഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞ് അരിച്ച് ചില്ലുകുപ്പിയിലകത്താക്കി നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ചൊറിച്ചിരങ്ങുകൾക്കും അതുപോലെ തന്നെ നമ്മളുടെ മേത്തുണ്ടാകുന്ന ചൊറിച്ചിലോ, അതായത് അന്തരീക്ഷത്തിൽ ചിലർക്ക് നല്ലപോലെ ചൊറിച്ചിലുണ്ടാകും. അപ്പം ചൊറിച്ചിലിനോ അല്ലെങ്കിൽ തലയിൽ ചിലർക്ക് അതിന് കപാല അർശസ് എന്ന് പറയും. ഈ കപാല അർശസ് ഉള്ളവർക്കോ താരനുള്ളവർക്കോ മുടി കൊഴിച്ചിലുള്ളവർക്കോ ഒക്കെ ഇത് പുരട്ടാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഇതുണ്ടാക്കി പുരട്ടുമ്പോൾ നമ്മളുടെ ഈ പ്രപഞ്ചത്തിലുള്ള, അതായത് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുമുള്ള ഓരോ ഔഷധങ്ങളും നമുക്ക് നന്നായിട്ട് അതിനെ നമ്മൾ തന്നെ മനസ്സിലാക്കി ചികിത്സിക്കുന്ന മെത്തേഡാണ് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് പോലെ ആയുർവേദത്തിൻ്റെ നാട്ടു ചികിത്സ എന്ന് പറയുന്നത്. അപ്പം ഈ നാട്ടു ചികിത്സയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളിയായി ചേരണം. ആർക്കെങ്കിലുമൊക്കെ തന്നെ ഈ പലരുടെയും വീടുകളിൽ ഈ ദന്തപ്പാല ഉള്ളതാണ്. ആ ദന്തപ്പാല ഉള്ളിടത്തു നിന്ന് നമ്മൾ തന്നെ അത് ചെന്ന് ശേഖരിച്ചെടുത്തിട്ട് അത് ഞാനീ പറഞ്ഞ കണക്ക് ഈ കുപ്പിപ്പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ആക്കി വെച്ചിട്ട് അത് വെയിലത്ത് 3 ദിവസം വെച്ച് നന്നാക്കി എടുത്താൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ത്വക്ക് രോഗത്തിനും സോറിയാസിസ്, നാട്ടിൽ പറയുന്ന കണക്കുള്ള വട്ടപ്പുണ്ണെന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് ഈ പുഴുക്കടി എന്ന് നമ്മൾ സാധാരണ നാട്ടിൽ പറയുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ളതിനും ഒക്കെ നല്ല ഉചിതമായ ഒരു ചികിത്സാ മെത്തേഡാണ്. നിങ്ങളെല്ലാം ഇതുണ്ടാക്കണം എന്ന് തന്നല്ല, നിങ്ങൾക്കറിയാവുന്നവരോടൊക്കെ ഇത് പറഞ്ഞും കൊടുത്ത് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ നാട്ടു ചികിത്സാ മെത്തേഡിലാക്കി നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ ചികിത്സിക്കാൻ ഒക്കും. ഒത്തിരി പൈസയും നമുക്ക് മുടക്കാവത്തില്ല. നമ്മളുടെ അതങ്ങനെ ഉണ്ടാക്കി നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്കോ അനുഭവം കിട്ടുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന ആ നിർവൃതി അത് നമ്മൾ പറഞ്ഞറിയിക്കാവുന്നതിലും അധികമാണ്. ആയതിനാൽ എല്ലാവരും കൃത്യമായി ഇത് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കണം. അറിയാവുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസത്തെ പ്രദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.